എല്ലാവർക്കും പ്രണാമം. സർവേ തമസി. നാം ജീവിച്ചു പോകുന്ന ജീവിത രീതിയിലൂടെ സമ്പാദിക്കുന്ന കർമ്മഫലങ്ങളിൽ നിന്നാണ് ദോഷവും ഗുണവുമൊക്കെ ഉണ്ടാകുന്നത്. അത് പരിണമിച്ചിട്ടാണല്ലോ ജീവിതഗതിയിൽ സുഖവും ദുഃഖമൊക്കെ ഉണ്ടാകുന്നത്. അതായത് പല രീതിയിൽ ക്ലേശകരമായ ജീവിതം ഇവിടെ നയിക്കേണ്ടി വരുന്നത് നാം പിന്നിട്ട് പോകുന്ന ജീവിതഗതിയിൽ ചെയ്യുന്ന പാപകർമ്മങ്ങളാണ്. ഈ പാപകർമ്മങ്ങളിൽ നിന്ന് വരുന്ന ഫലം നമ്മുടെ ആത്മാവിനെ ആവരണം ചെയ്തുകൊണ്ട് ജീവിതഗതിയിൽ അത് ഗുണദോഷങ്ങളായിട്ട് പരിണമിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് വഴിയാണ് കൂടുതലും പാപകർമ്മങ്ങൾ നമ്മളിലേക്ക്, ആത്മാവിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ അത് ഇടപെടുന്ന കാര്യങ്ങളിൽ നിന്നും സമ്പാദിക്കുന്ന സംസ്കാരം, വാസനകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, കർമ്മ ബന്ധനങ്ങൾ, ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ് ഭൂരിഭാഗവും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പഞ്ചേന്ദ്രിയ നിഗ്രഹം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ധർമ്മം പാലിക്കും. അത് പാലിക്കേണ്ടത് ആവശ്യവുമാണ്. പക്ഷേ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. ഇരുട്ടും വെളിച്ചം എന്ന പോലെ, നെഗറ്റീവും പോസിറ്റീവും അങ്ങനെ കാണാം, നന്മയും തിന്മയും. അപ്പോൾ വെളിച്ചം സ്വർഗലോകത്തേക്ക് അല്ലെങ്കിൽ സായുജ കൈവല്യത്തിലേക്ക്, മുക്തിയിലേക്ക് നയിക്കുന്നു. ഇരുട്ടോ നരകത്തിൻ്റെ വാതിലാണ്, നരകലോകത്തേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനുഷ്യ ആത്മാവ്, ജീവാത്മാവ് ജീവിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവോടുകൂടി ജീവിച്ചില്ലെങ്കിൽ പരഗതിയിൽ നമുക്ക് ഈ രീതിയിലുള്ള അവസ്ഥയെ പ്രാപിക്കേണ്ടി വരും. സ്വർഗമെന്ന് പറയുന്ന കൈവല്യഭാവത്തിലേക്കും പോകാം, സായുജ്യത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് പോകാം. അതാണ് നരകതുല്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ മനസ്സിലാക്കി പോകേണ്ടത് മനുഷ്യൻ്റെ ഭൂമിയിൽ ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യമാണ് മനുഷ്യന്. വേദങ്ങൾ പഠിപ്പിക്കുന്നതാണ്, മതങ്ങളും പഠിപ്പിക്കുന്നതാണ്. സ്വർഗം പോകണം, അതിന് സ്വർഗീയമായ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിത രീതികളെ ആ മണ്ഡലത്തിലേക്ക് തിരിച്ച് ആ ജീവിത രീതി ജീവിച്ചിട്ട് പോകണമെന്നാണ് പറയുന്നത്. അതുപോലെ അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ വിവേകവും ബുദ്ധിയും ഒന്നുമില്ലാതെ തമസിലാണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിൻ്റെ ആകെത്തുക വരുന്ന കർമ്മഫലം അന്ധകാരത്തിലേക്ക്, ഇരുട്ടിലേക്ക്, നരകത്തിലേക്ക് പോകും. അപ്പോൾ ജീവിതത്തിൻ്റെ ഗതി നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോകേണ്ട ഒരു ടേണിംഗ് പോയിൻ്റാണ്. ജീവിതത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത്. സ്വർഗം പോകണോ അല്ലെങ്കിൽ നരകം പോകണോ എന്ന് വേദത്തിൽ പറയുന്നത്. അതിൽ പഞ്ചേന്ദ്രിയങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പ്രധാനമാണ് കണ്ണ്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് രണ്ട് രീതിയിലാവാം. ആ നോട്ടത്തിൻ്റെ പിന്നിൽ മനസ്സിൻ്റെ നില ഏതാണെന്നറിയണം. ഉദാഹരണത്തിന് ഒരു സ്ത്രീയെ കണ്ടു, അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ ഒരു ഭോഗേച്ഛയാൽ കണ്ടുകൊണ്ട് നാം കണ്ണുകൊണ്ട് നോക്കുന്നത്, ആ മനസ്സ് അതിൻ്റെ പിന്നിൽ ഒരു ഭോഗയിച്ഛ, ആ സ്ത്രീയെ ഭോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയുള്ള നോട്ടവും, മറിച്ച് അത്
ഒരു അമ്മയുടെ സ്ഥാനം, സഹോദരിയുടെ സ്ഥാനം കണ്ടുകൊണ്ട് ഉള്ള നോട്ടവും രണ്ടും രണ്ടാണ്. അപ്പോൾ കണ്ണ് എന്താ ചെയ്യുന്നത്? നമ്മളെ നല്ലതും ചീത്തയും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് നാം നേരത്തെ പറഞ്ഞ പോലെ ദുരുദ്ദേശത്തോടു കൂടിയുള്ള കണ്ണിൻ്റെ നോട്ടം അത് നമ്മളെ ഉള്ളിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ശരീരത്തിനെ മുഴുവനും ആ പാപം തെറ്റായിട്ടാണ്. അത് സ്വയമായിട്ട് ചിന്തിച്ചാൽ ഇവിടെ അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നതിൻ്റെ പേരിൽ അത് വിശ്വസിച്ച് പോരുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. വിശ്വസിച്ച് പോരുന്നവരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് നമ്മൾ ആ സ്ത്രീയെ സഹോദരി അല്ലെങ്കിൽ മാതാവ് എന്ന രീതിയിൽ കാണാം. ശരി, അതേ വ്യക്തി തന്നെ അയാൾക്ക് ആ സ്ത്രീയെ മറ്റൊരു രീതിയിൽ ഭോഗിക്കണം എന്നുള്ള രീതിയിലൂടെയും കാണാം. ഇത് അതിൻ്റെ പിന്നിൽ മനസ്സിൻ്റെ സങ്കല്പമാണ്. ഒരു വ്യക്തി തന്നെയാണ്. അതാത് സങ്കല്പങ്ങൾക്കനുസരിച്ച് അതിൻ്റേതായ ഗുണങ്ങൾ ദോഷങ്ങളുണ്ടെന്ന് പറയണോ? അപ്പം സ്വാധീനമായ ഒരു ലോകം, പ്രകാശത്തിലേക്ക് പോകുന്ന ചിന്തിക്കുന്ന ഒരാൾ, അയാൾ പരമാവധി ഇങ്ങനെ ഈ ഭോഗിച്ചയാലുള്ള ദർശനത്തെ മാറ്റി അമ്മ സഹോദരി എന്ന മനോഭാവത്തോടു കൂടിയാണ് കാണുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിലൂടെയാണ് നമുക്ക് ഗതിയുള്ളത്. ആത്മാവിൻ്റെ ഗതി ആ രീതിയിലൂടെ നീങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണ് നമ്മളെ ഈ രീതിയിൽ കാണാൻ തുടങ്ങിയാൽ അതിൻ്റെ നോട്ടത്തിൻ്റെ പിന്നിൽ മനസ്സിൻ്റെ പങ്ക് പറഞ്ഞല്ലോ. അത് ഈ ഭാവനകളിൽ കണ്ടാൽ അതനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ എല്ലാം അതിന് വിധേയമാവുന്നുണ്ട്. ആന്തരികമായ അവയവങ്ങൾ ഓരോ അണുവും, ഉദാഹരണത്തിന് ഭോഗിക്കുമ്പോൾ ഭോഗിക്കണം എന്ന് ഉള്ള ആ ഒരു ഇച്ഛാശക്തി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതേ രീതിയിലുള്ള അണുപ്രസരണം ഉണ്ടാവും. അതിൻ്റെ വിചാരങ്ങൾ, വികാരങ്ങൾ, അതിൻ്റെയൊക്കെ സമ്മർദ്ദപ്രകാരം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അണുപ്രസരണം ഉണ്ടല്ലോ, അത് വ്യത്യാസം ഉണ്ടാവും. അത് ശരീരത്തിന് മുഴുവനും അത് വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു നോട്ടം ശരീരത്തിനെ അത് ബാധിക്കുമ്പോൾ ശരീരം മുഴുവനും ആ പാപകർമ്മത്തിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് കണ്ടുവരുന്നത്. മറിച്ച് അതൊരു അമ്മയാണ്, സഹോദരിയാണ് എന്നുള്ള മനോഭാവത്തോടു കൂടിയാണെങ്കിൽ ഈ പറയുന്ന വിചാരവികാരങ്ങൾക്ക് അടിമയായിട്ടുള്ള അണുപ്രസരണ ചിന്തകളൊന്നും നമ്മിൽ ഉണ്ടാവില്ല. ശരീരം ഒന്നും ആ പാപ അണുപ്രസരണത്തിന്, പാപകർമ്മത്തിന് വിധേയമാവുന്നില്ല എന്നർത്ഥം. മനസ്സിലായാലോ? അപ്പോൾ കണ്ണ് തന്നെ രണ്ട് രീതിയിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള സങ്കല്പങ്ങൾ വഴി മനസ്സിനതിൽ പങ്കുണ്ട്. അതുപോലെ ചെകിട് തന്നിട്ടുണ്ട്, ശ്രവണം. നല്ല കാര്യങ്ങൾ ശ്രവിക്കുക, അത് മുഖ്യമാണ് അല്ലേ? ഈ പരദൂഷണം, അശ്ലീലമായിട്ടുള്ള വാക്കുകൾ, പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശ്രവിക്കുക. ഇതെല്ലാം നരക ഭാഗത്തേക്കാണ് തിരിയുക. നമുക്കതിനോടുള്ള വാസനകളും അതിനോടുള്ള താല്പര്യങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ അതിൻ്റെതായ പ്രസരിപ്പുണ്ടാക്കൂലേ? അപ്പോൾ അതും ഇരുട്ടിലേക്കുള്ളതാണ്, അജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ നരകവാതിലേക്കുള്ളതാണത് എന്ന് പറയും. ആത്മാവിന് ഇരുട്ടിലേക്ക് പോകാൻ, ഇരുട്ട് സംബന്ധമായ വിഷയങ്ങളാണ് നേരത്തെ ഈ ശ്രവണം കൊണ്ട് നമുക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. അതങ്ങനെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ണും ശ്രവണ ശക്തിയായിട്ടുള്ള ചെകിടും ശ്രദ്ധിക്കേണ്ട ഉപയോഗിക്കുമ്പോൾ നമ്മളിരുന്ന് കൊടുക്കരുത്. മറ്റുള്ളവരെ കുറ്റം പറയുക, സ്വന്തം മിത്രങ്ങളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നമ്മൾ ഇടപഴകുന്ന പല കാര്യങ്ങളെയും ഒക്കെ
യഥാസ്ഥിതി സത്യം മനസ്സിലാക്കാതെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പങ്കുവച്ചാൽ, ശ്രവണം ചെയ്താൽ, നമ്മൾ ശ്രദ്ധ കൊടുത്താൽ, അത് ഈ പറയുന്ന മാതിരി നെഗറ്റീവായിട്ടുള്ള കർമ്മ പദ്ധതിയാണ്, അതിലേക്ക് ദോഷമായ കാര്യങ്ങളാണ് ഭവിക്കുക. അതുപോലെ മൂക്ക് ശ്വസിക്കുക എന്നുള്ളതിനാണ് പ്രധാനമായിട്ട് മൂക്ക് ഉപയോഗിക്കുന്നത്. പ്രാണൻ്റെ ഗതി ആരോഹണ അവരോഹണത്തിന് ഒക്കെ ഉപയോഗിക്കുന്നത് മൂക്ക്. ഒപ്പം സുഗന്ധങ്ങൾ, അതിൽ ഈ ഗന്ധമായിട്ടുള്ള ചിലവർക്ക് ഈ ദുഷ്ട വായു അല്ലെങ്കിൽ ഈ ദുഷ്ട വാസന അതൊക്കെ ശ്വസിക്കുന്നത് വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ ചിലവരുണ്ട്, ഇപ്പോൾ പറഞ്ഞുതരാം, ഈ മാംസം വേവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടാവും. ചിലർക്ക് അത് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. മാംസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മത്സ്യമാംസങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കോഴി അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ പൊരിക്കുമ്പോൾ അത് നന്നായിട്ട് ആസ്വദിക്കുന്നവരുണ്ട്. കഴിക്കുന്നവർക്ക് അത് ആസ്വദിക്കാം, അത് തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുകയാണ്, ഞാനതിനെ തരംതിരിച്ച് പറയാനാണ്, തിരിച്ചറിവ് വരാൻ വേണ്ടി പറയുന്നത്. കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാം, അതൊന്നും വിഷയമില്ല. പക്ഷേ ചില ആളുകൾക്ക് അത് കഴിക്കാൻ പറ്റില്ല. ചില ആൾക്ക് ആ സ്മെല്ല് കേട്ടാൽ തന്നെ ഛർദ്ദിക്കുന്നവരുണ്ട്. അങ്ങനെ രുചികൾ ഒക്കെ നല്ല രുചിയുള്ള സ്മെല്ല് ഒക്കെ ഉള്ള കാര്യങ്ങൾ സേവിക്കുമ്പോൾ, ഇപ്പോൾ ചന്ദനത്തിരിയുണ്ട്, അല്ലെങ്കിൽ മറ്റ് സുഗന്ധദ്രവ്യങ്ങളുണ്ട്. അത് ഭൂരിഭാഗം ആളുകൾക്ക് ആസ്വാദനം നൽകുന്നതാണ് അതിൻ്റെ വാസനകൾ. എന്നുവെച്ചാൽ ഒരു ന്യൂനപക്ഷം ആളുകൾക്ക് ചിലപ്പോൾ അതിനോട് താല്പര്യവും കുറവുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ചിലപ്പോൾ നേരെ മറിച്ചുള്ള വാസനകളോട് താല്പര്യം ഉണ്ടായിരിക്കാം. അതും അവരുടെ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ശരീരത്തിൻ്റെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ അതിൻ്റേതായ രീതിയിലുള്ള ഫലങ്ങൾ സൃഷ്ടിക്കുമെന്നതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മൾ വായു ഉപയോഗിക്കുന്നുണ്ട്. അതിലെന്താ പറയുക, വായിൽ നിന്ന് വരുന്ന ശബ്ദം, നാദം, അക്ഷരങ്ങൾ, വാക്കുകൾ, ഇത് നമ്മൾ മഹത്വപ്പെടുത്തും. മനസ്സിലായല്ലോ? അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ആ ഹൃദയശുദ്ധി എത്രത്തോളമുണ്ട് അതനുസരിച്ചിട്ടുള്ള ഭാവങ്ങളും വാക്ശുദ്ധിയും ഒക്കെ അങ്ങനെ വരും. മനസ്സിലായല്ലോ? നമ്മുടെ ഹൃദയത്തിൽ ഏത് രീതിയിലാണ് സംസ്കാരമായി കിടക്കുന്നത്, അതിൽ ബോധം ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, അത് നല്ല രീതിയിലാണെങ്കിൽ, നല്ല സ്വഭാവത്തോടു കൂടിയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വാക്കുകൾ അതുപോലെ മഹത്വമുള്ളതായിരിക്കും. അല്ല, ദുഷ്ടചിന്തകൾ, ഹൃദയം ദുഷിച്ചതാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വാക്കുകൾ അതേ അനുഭവമായിരിക്കും. ഇത് രണ്ടിലും ഗുണവും ദോഷവും ഇരിപ്പില്ലയോ? മറ്റത് അമൃതത്തെ നൽകുമ്പോൾ പൊട്ടായിട്ടുള്ള വാക്കുകൾ മൃത്യുവിനെയാണ്, അല്ലെങ്കിൽ ആന്തരികമായ മുറിവിനെയാണ് ഏൽപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫലവും അത് ഈ പറയുന്ന രീതിയിൽ ഒക്കെ തന്നെയാണ്. ഗുണദോഷമൊക്കെ ഉണ്ട്. അതുപോലെ ആഹരിക്കുന്നത് നല്ല ഭക്ഷണമായിരിക്കണം. കാരണം ഭക്ഷണത്തിൽ തന്നെ തമോ ഗുണം, രജഗുണം, സത്വഗുണം ഇങ്ങനെ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വിഷയവുമല്ല വിചാരിക്കുക. കാരണം അകത്തേക്ക് പോകുന്നത് അത് മലമൂത്ര വിസർജനമായിട്ട് പോകും. അതിൻ്റെ ആവശ്യത്തിനുള്ള അതിൻ്റേതായ സത്ത് ശരീരം തന്നെ അതിൽ നിന്ന് വേർതിരിച്ചെടുത്തോളും. ബാക്കി പിണ്ടമായിട്ട് മലമൂത്ര വിസർജനമായിട്ട് വിശർപ്പൊക്കെയായിട്ട് പോകും. അതല്ല നമ്മളെ മഹത്വപ്പെടുത്തുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതും നമ്മളെ മഹത്വപ്പെടുത്തുന്നതും. അത് വലിയ ശരീരവും ഭംഗിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ ഭംഗിയുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഭംഗിയില്ലാത്ത, ബാഹ്യമായ ഒരു അഴകില്ലാത്ത ഒരാളിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ ആനന്ദം ഉള്ളൂ നമ്മൾ. അപ്പോൾ അതേ രീതിയിലുള്ള അനുഭവം അയാൾക്ക് തിരിച്ചു കിട്ടുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നാദത്തെക്കുറിച്ച്. അത് ബ്രഹ്മമാണെന്നൊക്കെ. അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മളെ മഹത്വപ്പെടുത്തുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എത്രയോ ആളുകൾ പല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്.
ഇപ്പം നമുക്ക് പ്രീതിയില്ലാത്ത ഇപ്പം നോൺ എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട്, ഭക്ഷണ രീതിയുണ്ട്. അത് കഴിക്കുന്നവർ എത്രയോ നല്ല ആളുകൾ എത്രയോ സത്കർമ്മങ്ങൾ ചെയ്യുന്നു, എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, എത്രയോ നല്ല രീതിയിൽ അവർ സംസാരിക്കുന്നു. പക്ഷേ ഈ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാത്തവർ തന്നെ വിചാരിക്കുക അവർ ഇപ്പം വെജിറ്റേറിയൻ മാത്രം ഉപയോഗിക്കുന്നതാണ്, അവർ സാത്വികനാണെന്ന് പറയാം. പക്ഷേ അവരുള്ളിൽ നിന്ന് പരിഹാസപരമായ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ മറ്റൊരുത്തിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് അയാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തർത്ഥിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് വാസ്തവം പറഞ്ഞാൽ നമ്മളെ ശുദ്ധീകരിക്കുന്നതും അതുപോലെ ദോഷമായി ഭവിക്കുന്നതും ഗുണവും ദോഷവും ഒക്കെ നമ്മളിൽ പ്രകടമാകുന്നതിന് ഈ പഞ്ചേന്ദ്രിയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെന്ന് അർത്ഥം. അത് ത്വക്കായാലും നമ്മളെ സ്പർശന സുഖം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതും ഈ പറയുന്ന രീതിയിൽ നല്ല സങ്കല്പം വേണം. പൊട്ട സങ്കല്പം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും, ശരീരം അനുഭവിക്കേണ്ടി വരും. കാരണം എന്താ, അതനുസരിച്ചിട്ടുള്ള ചൈതന്യഘടന അവിടെ അണുപ്രസരണം ശരീരത്തിൽ പ്രകടമാകും. അതിനുള്ളിൽ തന്നെ പരിണമിച്ച് അത് നമ്മുടെ ജീവിതഗതിയിൽ ദോഷമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മളെ ഭാവി ജീവിതത്തിലേക്ക് സുഖവും ദുഃഖവും അല്ലെങ്കിൽ നരകവും സ്വർഗവും അതിലേക്കുള്ള ആത്മാവിൻ്റെ പ്രവേശനത്തിന് കാരണമാകുന്നതിൽ ശരീരത്തിൽ ബാഹ്യമായി പ്രവർത്തിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്. അത് ശ്രദ്ധിക്കേണ്ടത് മനുഷ്യധർമ്മമാണ്. ശ്രദ്ധയോടുകൂടി വേണം ഇവയെ ഉപയോഗിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം വാക്ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്ന് ചോദിച്ചു. അതിന് നേരിട്ട് തന്നെ വരണം, പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ. വന്നാൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ വാക്കുകൾ സ്ഫുടമാകും, വാക്കുകൾക്ക് കടിഞ്ഞാണുണ്ടാവും. വേണ്ടിടത്ത് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക, വേണ്ടാത്തടത്ത് മൗനമായിരിക്കുക. വേണ്ടുന്നിടത്ത് ഏത് വാക്കുകൾ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വയ്ക്കണം. എന്നിട്ട് മനസ്സിനെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി പഠിപ്പിക്കണം. അവിടെ ഒരു പരിശീലനമൊക്കെ ഉണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ നേരിട്ട് വന്നാൽ, ഇപ്പോൾ ഇതിൽ എൻ്റെ ഇതൊക്കെ കേൾക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് വന്നാൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം. അതിലൊന്നും തെറ്റില്ല. നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ പഞ്ചേന്ദ്രിയങ്ങളിലെ ചെറിയൊരു സ്വഭാവം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.